എന്താ എന്തു പറ്റി? എന്റെ മുത്തച്ഛൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഓം നമോ നാരായണായ. ആരാടാ നീ? അല്ലെങ്കിൽ തന്നെ ലങ്സ് പ്രോബ്ലം. മണ്ണ് തേക്കുന്ന എന്തിനാ? ചുപ്, ഇത് നാരായണ പർവ്വതത്തിലെ മണ്ണ. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. जगादुजी अरे बद्रीराव, बद्री काटतर से സ്വാമി, എന്റെ കൊച്ചുമകൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അവളെ കൊല്ലരുതെന്ന് ദയവായി അങ്ങ് പറയണം. ബദ്രേ, അവളെ രക്ഷപ്പെടുത്തിയേക്ക്. രക്ഷപ്പെടുത്താൻ. വിചാരിച്ച് ചത്തു കാണും, ജീവനോടെ വരുന്നു. മിണ്ടുന്നില്ല. ബദ്രി, ഗുരുജി, ഭഗവാനെ ഇഷ്ടമില്ലാത്ത ഇവൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞയച്ചേക്ക്. പോകുന്നതിന് മുൻപ് ഒരു ദീപം അണച്ചതിന് പകരം ശിക്ഷയായി 1 ലക്ഷം ദീപം ഇവൾ തെളിയിക്കട്ടെ. ലക്ഷോ? അതെങ്ങനെ? അയ്യോ, കഷ്ടം. ദൈവം വായി തന്നിരിക്കുന്നത് വിശക്കുമ്പോ ആഹാരം കഴിക്കാനും ഉറക്കം വരുമ്പോ കോട്ടുവായിടാനുമാണ്, അല്ലാതെ വിളക്കൂതിക്കെടുത്താൻ വേണ്ടിട്ടല്ല. അനുഭവിച്ചോ, അനുഭവിച്ചോ. ഏയ്, കൂടെ ഹെൽപ്പേഴ്സ് ഒന്നും വേണ്ട. പണിഷ്മെന്റ് കൊടുത്തതേ അവൾക്ക് മാത്രമാ. അല്ല, ഇപ്പൊ ക്രിക്കറ്റ് തന്നെ ഒരാളല്ലല്ലോ കളിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡുണ്ട്, ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ. അതുപോലെ ഇവിടെ ഒരുപാട് പൂജകളുണ്ട്, ഒരു പൂജാരി അല്ലല്ലോ ചെയ്യുന്നത്, ഒരുപാട് പൂജാരിമാരില്ലേ? അല്ലേ മോനെ? എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? തന്നെ എടുത്ത് നദിയിലോട്ട് എറിഞ്ഞ രക്ഷിക്കാൻ ഒരാൾ വരുമോ, ഒരുപാട് പേര് വരുമോ എന്ന് ആലോചിക്കുക. മോളെ, നീ ഒറ്റയ്ക്ക് കത്തിച്ചാ മതി. വേഗം കത്തിക്ക്, നമുക്ക് പോകാം. കത്തിക്കല്ലേ? മൊത്തം പോയി. ഇനിയിപ്പൊ ഇതെപ്പ കത്തിച്ച് തീരാനാ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ദീപം അണച്ചാൽ 1 എണ്ണം തെളിയിക്കാൻ പറയാം, 10 എണ്ണം തെളിയിക്കാൻ പറയാം, പോട്ടെ 100 എണ്ണം തെളിയിക്കാൻ പറയാം. വായി തോന്നിയ പോലെ ലക്ഷവും കോടിയൊക്കെ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ തന്നെയാ? നിർത്തണോ? നിർത്തി. നോക്ക്, ഭക്തിയോടെ കത്തിച്ച വേഗം കത്തും. ഇങ്ങനെ മനസ്സിലാതെ കത്തിക്കുന്നോണ്ട് അണഞ്ഞു പോകുന്നത്. എങ്ങനെയൊക്കെ കത്തിച്ചാലും കാറ്റ് വന്ന് അണഞ്ഞു പോവും. അണയില്ല. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കത്തിച്ചോ, അപ്പൊ അണയില്ല. എന്ത്? ഇത് കത്തിക്കുന്നതിന് ഒരു പണിഷ്മെന്റാ? ഇനി 1 ലക്ഷം മന്ത്രം കൂടി ചൊല്ലണമെന്നോ? അത് ഈ പെൺകൊച്ച്. ഇവള് തന്നെ. എങ്കിൽ ചൊല്ലിക്ക്. ഞാൻ കാണിച്ചു തരാം, നോക്ക്.
എന്തോ മാജിക് എന്നാ തോന്നുന്നത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മന്ത്രം ചൊല്ലിക്കൊണ്ടൊന്ന് കത്തിച്ചേരെ. നോക്കാലോ, നോക്കാം. എളുപ്പം തീരും. വേണമെങ്കിൽ മതി. ഓം നമോ നാരായണായ. അവളെ ഉണർത്തണ്ട മോനെ. അത്രയും സമയം കൂടി ഈ ദൈവസന്നിധിയില് അവൾ ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാ സാർ ഈ പെൺകുട്ടിക്ക് ദൈവത്തോട് ഇത്രയ്ക്ക് വിരോധം? ചെറുപ്രായത്തിൽ ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ ഈ രക്ഷ കൈ കെട്ടിയാൽ ദൈവം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. ലക്ഷ്മി, ലക്ഷ്മി, ദൈവസന്നിധിയിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവൾക്ക് അന്ന് മുതൽ ദൈവത്തോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാ സാർ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളിപ്പോ ശരിക്കും വല്ലാത്തൊരു പ്രോബ്ലത്തിലാ. സർക്കാർ സാറ് വരുന്നുണ്ട്. അമ്മേ, ഇതുവരേക്കും അച്ഛൻ കൊന്നവരും അച്ഛനു വേണ്ടി മരിച്ചവരും ഇവനെയും കൂടെ കൂട്ടി 98 പേരായി. സർക്കാർ ഡൽഹിയിലെ ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടോളൂ. ഇപ്പൊ തന്നെ ലേറ്റായി. കാര്യങ്ങൾ നടക്കട്ടെ. അമ്മേ, ഒരു മിനിറ്റ്. എന്റെ ഭർത്താവ് മുൻപൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു വലിയ മനുഷ്യൻ വന്ന് ജീവൻ രക്ഷിച്ചു. ആ മനുഷ്യൻ വന്ന് ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തന്നിട്ടേ ദഹിപ്പിക്കാവൂന്ന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുക. ആരാ വലിയ മനുഷ്യൻ? TD നമ്പ്യാർ സാർ. മുത്തശ്ശന് സുഖമില്ലാതിരിക്കുക, അതുകൊണ്ടാ ഞാൻ വന്നത്. മോളുടെ കൈ കൊണ്ട് കുറച്ച് തീർത്ഥം വായിലൊഴിച്ചു കൊടുക്കുമോളെ. എന്തിന്? ആ വെള്ളം ഒഴിച്ച ജീവിക്കൂ? ഇത്തരം ഭ്രാന്തൊന്നും എനിക്കിഷ്ടല്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കും. ഞാൻ ആരാണെന്നറിയൂ? നിന്റെ അപ്പച്ചി, ഈ നാട് നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഭാര്യ. ഒരു തവണയെങ്കിലും നീ എന്നെ ഒന്ന് അപ്പച്ചിന്ന് വിളിക്ക്. മരിച്ചുപോയ എന്റെ ഏട്ടന്, അതായത് നിന്റെ അച്ഛന് അത് സന്തോഷാവും. എത്രയോ പേർക്ക് ജീവിതം കൊടുത്ത GD നമ്പ്യാരുടെ മോളെന്ന് പറയാതെ എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാടാവുന്നില്ലേ? എന്നാണോ നിങ്ങൾ വിവാഹ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ മുത്തശ്ശനെ അപമാനിച്ചത്, അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നാ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ഫീൽ ആവുന്നു. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല.